ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്, മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ ദ്വീപിനെക്കുറിച്ച് നമ്മളാരും ചിന്തിക്കാറ് കൂടെ തന്നെയില്ല. എന്നാൽ ഇന്ന് ലോകത്തിലെ വൻ ശക്തികൾക്കിടയിലുള്ള ഏറ്റവും വലിയ തർക്ക വിഷയമായി മാറിയിരിക്കുകയാണ് ഈ ദ്വീപ്. കേവലം 50,000 പേരാണ് ഈ ദ്വീപിൽ താമസിക്കുന്നത്. പറഞ്ഞു വന്നത് ഗ്രീൻലാൻഡിനെ പറ്റിയാണ്. നമ്മുടെ വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഗ്രീൻലാൻഡ് നിറഞ്ഞു നിൽക്കുകയാണ്. അമേരിക്ക സൈനിക ശക്തി ഉപയോഗിച്ച് ഗ്രീൻലാൻഡ് പിടിച്ചടക്കുമെന്നും എന്നാൽ അമേരിക്കയ്ക്ക് അത് വിട്ടുകൊടുക്കില്ല എന്ന് ഡെൻമാർക്കും യൂറോപ്യനിലെ മറ്റ് ശക്തികളും പറയുന്നു. എന്തിനാണ് ശരിക്കും ഗ്രീൻലാൻഡിന് പുറത്ത് ഇത്രയും വലിയ രാഷ്ട്രീയ തർക്കം നടക്കുന്നത്? കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ, റഷ്യയുടെ മിലിറ്ററി മൂവ്മെൻറ്റിൻ്റെ, ചൈനയുടെ കടന്നുകയറ്റത്തിൻ്റെ എല്ലാം ഒരു പിന്നാമ്പുറ കഥ ഈ ഗ്രീൻലാൻഡിൻ്റെ തർക്കത്തിന് പിന്നിലുണ്ട്. നമ്മളൊന്ന് പോകുന്നത് ആ കഥയിലേക്കാണ്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. രാഷ്ട്രീയപരമായ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം പറയേണ്ടത് ഗ്രീൻലാൻഡിൽ എന്തൊക്കെ ധാതുക്കൾ ഉണ്ട് എന്നുള്ളതാണ്. കാര്യം ഈ എൻ്റയർ തർക്കത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള റിച്ച് മിനറൽസ് ഓയിൽ റിസർവാണ്. ഗ്രീൻലാൻഡിലുള്ള ഏറ്റവും വിലയേറിയ ധാതുക്കൾ എന്ന് പറയുന്നത് റെയർ എർത്ത് എലമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ റെയർ എർത്ത് മിനറൽസ് ആണ്. ഇന്ന് ലോകത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് ഈ റെയർ എർത്ത് എലമെൻറ്റ്സ് ആണ്. കാര്യം കഴിഞ്ഞ ഒരു 100 വർഷം ലോകത്തിൻ്റെ ഗതി നിർണ്ണയിച്ചത് എണ്ണയാണ് എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ഒരു 100 വർഷം ഈ റെയർ എർത്ത് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു രാജ്യത്തിനും സുപ്രീമസി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കൂ. കമ്പ്യൂട്ടർ ചിപ്പുകൾ തുടങ്ങി സാർവത്രികമായ ഇലക്ട്രോണിക് കമ്പോണൻറ്റ്സ് ഉണ്ടാക്കുന്നതിനും ഈ റെയർ എർത്ത് എലമെൻറ്റ്സ് ആവശ്യമാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ ഏതാണ്ട് 70 മുതൽ 80% വരെ റെയർ എർത്ത് എലമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചൈനയാണ്. 90% വരെ സപ്ലൈയും പ്രോസസ്സിങ്ങും ഹാൻഡിൽ ചെയ്യുന്നത് അവരാണ്. സോ അതിഭയങ്കരമായൊരു മൊണോപ്പൊളി ചൈനയ്ക്ക് ഈ മേഖലയിലുണ്ട്. പലപ്പോഴും ചൈനയുമായി അമേരിക്ക ആഭ്യന്തരമായ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോഴും ഒരു തർക്കം വരുമ്പോഴുമൊക്കെ ചൈന ഒരു ട്രംപ് കാർഡായി ഉപയോഗിക്കുന്നത് ഈ റെയർ എർത്ത് മിനറൽസിനെയാണ്. കാര്യം അതൊരു ചോക്കിംഗ് പോയിൻ്റാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം. ലോകത്തിലുള്ള ഏത് രാജ്യത്തിനെയും തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാനായിട്ട് ചൈനയ്ക്ക് ഈ റെയർ എർത്ത് എലമെൻറ്റ്സ് ഉപയോഗിച്ച് സാധിക്കും. ഈ റെയർ എർത്ത് എലമെൻറ്റ്സിൻ്റെ ഏറ്റവും വലിയ റിസർവ് ഗ്രീൻലാൻഡിലുണ്ട്. എന്തുകൊണ്ടാണ് ഗ്രീൻലാൻഡിൽ റിസർവ് വന്നതെന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് പഴക്കം ഉണ്ടാക്കാതേക്ക് 450 കോടി വർഷമാണ് നമ്മുടെ ഭൂമി ഉണ്ടായിട്ടുള്ള ടോട്ടൽ ടൈം ഫ്രെയിം. ഗ്രീൻലാൻഡിലുള്ള റോക്ക് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 380 കോടി വർഷം പഴക്കമുണ്ട്. ഭൂമിയിലെ അത്ര തന്നെ പഴക്കം അവിടുത്തെ റോക്കുകൾക്ക് ഉണ്ട്. ഇത്രയും കാലത്തെ ജിയോളജിക്കൽ ആക്ടിവിറ്റി കാരണമാണ് ഈ റെയർ എർത്ത് മിനറൽസിൻ്റെ വലിയൊരു കോൺസെൻട്രേഷൻ അവിടെ ഉണ്ട്. പ്രത്യേകിച്ചും വോൾക്കാനോ ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. ഭൂമിയിൽ അടിയിലുള്ള മോൾട്ടൺ ലാവയിലുള്ള ഇത്തരം മിനറൽസിനെ വോൾക്കാനോസ് പുറത്തു കൊണ്ടുവരുന്നു. അത് അവിടെ നിന്ന് പുറത്തു വന്നതിന് ശേഷം കംപ്ലീറ്റ്ലി ഫ്രീസ് ആവുന്നു. ഫ്രീസായതിനു ശേഷമോ കാലാകാലങ്ങളായുള്ള ഐസ് പാളികൾ ഇതിന് വേറെ എങ്ങോട്ടും പോകാതെ, അതായത് ഇത് ഈ മൂവ്മെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകാതെ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് അവിടെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രീൻലാൻഡിൽ. അതുകൊണ്ടാണ് ഗ്രീൻലാൻഡ് ഇത്ര മിനറൽ റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയയായി മാറുന്നത്. ഏതാണ്ട് 32 ബില്യൺ ബാരൽ എണ്ണ ഗ്രീൻലാൻഡിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നാണ് US ജിയോളജിക്കൽ സർവേ പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയ റിച്ച് ആയിട്ടുള്ള മിനറൽസ് ഉള്ള സ്ഥലമാണ് ഗ്രീൻലാൻഡ്. ഞാൻ പറഞ്ഞ എണ്ണ, റെയർ എർത്ത് എലമെൻറ്റ്, സിങ്ക് ഉണ്ട്, യുറേനിയം ഉണ്ട്, അങ്ങനെ ക്രിട്ടിക്കലായിട്ടുള്ള ഒത്തിരി എലമെൻറ്റ്സ് ഉള്ള സ്ഥലം ഗ്രീൻലാൻഡ്. അപ്പോൾ ഗ്രീൻലാൻഡിൻ്റെ മേലെ എല്ലാവർക്കും ഒരു കണ്ണ് വരാനുള്ള സാധ്യതയിൽ പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. രണ്ടാമതൊരു വിഷയം കൂടെ ഉണ്ട്. അത് ഗ്രീൻലാൻഡിൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പൊസിഷനാണ്. 1721 തൊട്ട് ഡെൻമാർക്കിൻ്റെ ഒരു കോളനിയാണ് ഗ്രീൻലാൻഡ്. അവരാണ്, ഡാനിഷ് ക്രൗണാണത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. അവിടെ നേറ്റീവായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിലും അന്ന് തൊട്ടേ ഈ ക്രൗണിൻ്റെ ഡയറക്റ്റ് ഓവർസീ ചെയ്യുന്ന ഒരു കോളനി പോലെ. പിന്നീട് ഗവൺമെൻറ്റൊക്കെ വന്നപ്പോഴും ഗ്രീൻലാൻഡിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഗവൺമെൻറ് പോലെ അവർക്ക് ചെറിയ അധികാരങ്ങളൊക്കെ കൊടുത്താണ് ഡെൻമാർക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് 1940 നാസിപ്പട ഡെൻമാർക്കിനെ ആക്രമിക്കുന്നു. കേവലം 6 മണിക്കൂർ കൊണ്ട് ഡെൻമാർക്ക് കിരീടവും തോക്കുമൊക്കെ വെച്ച് കീഴടങ്ങി ഹിറ്റ്ലറുടെ പടയ്ക്ക് മുന്നിൽ. എന്നാൽ അന്ന് ഈ ഡെൻമാർക്കിൻ്റെ കോളനിയായ ഗ്രീൻലാൻഡിനെ നാസിപ്പട തൊട്ടില്ല. അതേസമയം അമേരിക്ക എന്ത് ചെയ്തു? ഈ ഗ്രീൻലാൻഡിൻ്റെ ഡിഫൻസ് ടേക്ക് ഓവർ ചെയ്തു.
രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഗ്രീൻലൻഡ് ഡിഫൻസ് അമേരിക്ക ടേക്ക് ഓവർ ചെയ്തു. അമേരിക്കൻ ഫോഴ്സസ് അവിടെ വന്നു. അവർ മിലിറ്ററി ബേസുകൾ ഉണ്ടാക്കി. അങ്ങനെ യുദ്ധത്തിൻ്റെ എൻ്റയർ പീരീഡിൽ ഗ്രീൻലൻഡിനെ ഒരു സ്ട്രാറ്റജിക് പോയിൻ്റായിട്ട് അമേരിക്ക യൂസ് ചെയ്തു. എങ്ങനെ? നോർത്ത് അമേരിക്കയിലെയും യൂറോപ്പിൻ്റെയും കൃത്യമായ നടുക്ക് വരുന്ന പ്രദേശമാണ് ഗ്രീൻലൻഡ്. അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ നിന്നുള്ള പല മിലിറ്ററി മൂവ്മെൻറ്റ്സിനെയും ഗ്രീൻലൻഡിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വീക്ഷിക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് നേവൽ ബേസ്ഡ് ഓപ്പറേഷൻസിന്. അങ്ങനെ അമേരിക്ക അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കോസ്റ്റൽ ലൈൻസിനെല്ലാം അവരുടെ മിലിറ്ററി ബേസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. യുദ്ധം കഴിഞ്ഞു. ഹാരി എസ് ട്രൂമാൻ, അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഹാരി എസ് ട്രൂമാൻ, ഗ്രീൻലൻഡിനെ ഡെൻമാർക്കിൽ നിന്നും വാങ്ങാനായിട്ടൊരു ഓഫർ വയ്ക്കുന്നു. എന്നാൽ അന്ന് ഡെൻമാർക്ക് ആ ഓഫർ റിജക്റ്റ് ചെയ്യുന്നു. അമേരിക്കയ്ക്ക് പക്ഷേ 1951 അവർ ഗ്രീൻലൻഡും അമേരിക്കയും ചേർന്ന് ഒരു കരാർ ഒപ്പിടുന്നു. ഈ കരാർ അനുസരിച്ച് അമേരിക്കയ്ക്ക് ഈ ഗ്രീൻലൻഡിൽ എത്ര മിലിറ്ററി ബേസസ് വേണോ തുടങ്ങാം. അൺലിമിറ്റഡ് ആയിട്ടുള്ളൊരു മിലിറ്ററി ആക്സസ് ഗ്രീൻലൻഡിൽ അമേരിക്ക കൊടുക്കുന്നു. പക്ഷേ എക്സ്ട്രീം വെതർ കണ്ടീഷൻസാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പലപ്പോഴും ഈ ഒരുപാട് എക്സ്റ്റൻഡ് ആയിട്ട് മിലിറ്ററി ബേസസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക കാലക്രമേണ അവിടെയുള്ള ബേസുകളെല്ലാം ക്ലോസ് ചെയ്തു, എക്സെപ്റ്റ് ഒരു ബേസ്. അത് ത്യൂൾ ബേസ് എന്നാണ്, THULE, ത്യൂൾ ബേസ്. ഇത് അമേരിക്കയിലെ ഗ്രീൻലൻഡിലുള്ള ഏറ്റവും വലിയ മിലിറ്ററി ബേസാണ്. ഏതാണ്ട് 5800 സോൾജേഴ്സ് അവിടെ ഇപ്പോൾ നിലവിലിരിപ്പുണ്ട്. എൻ്റെ ഐലൻഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഷ്ടിച്ചൊരു 60,000 പേരേ ഉള്ളൂ. അതിൻ്റെ തലസ്ഥാനത്ത് 20,000 പേരും ബാക്കിയുള്ളവർ പല സ്ഥലത്തായിട്ട് സ്പാഴ്സ്ലി പോപ്പുലേറ്റഡ് ആണ്. വലിയ ഏരിയയാണ്. അപ്പോൾ ഇത്രയും വലിയ ഏരിയയിൽ ഇത്രയും ചെറിയ പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് മിലിറ്ററി പരമായിട്ട് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ലായിരുന്നു. എന്നാൽ കോൾഡ് വാറിൽ ഈ ഗ്രീൻലൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോൾ വഹിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീൻലൻഡിലെ അമേരിക്കൻ മിലിറ്ററി ബേസിൻ്റെ പ്രധാന എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിലടുത്തു നിന്നുള്ള മിസൈൽസിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അമേരിക്കയിലോട്ട് അന്ന സമയത്ത് ഒരു യുദ്ധത്തിൻ്റെ പ്രതീതിയാണല്ലോ ഫുൾ ടൈം, കോൾഡ് വാറിൻ്റെ സമയത്ത്. ആ ടൈമിൽ അമേരിക്കയിലോട്ടൊരു മിസൈൽ റഷ്യ വിട്ട് കഴിഞ്ഞാൽ 2 ഏരിയയിൽ നിന്നേ അത് വരാൻ സാധ്യതയുള്ളൂ. ഒന്ന് അലാസ്ക വഴി, അതായത് വെസ്റ്റ് സൈഡ് പടിഞ്ഞാറൻ സൈഡ് വഴിയും, ഒന്ന് പിന്നെ ഈസ്റ്റ് സൈഡ് വഴി. അപ്പോൾ ഈസ്റ്റ് സൈഡ് വഴി വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻലൻഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൃത്യമായ ഒരു മിസൈൽ നമുക്ക് മനസ്സിലാക്കാനും ഒരു വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കാനും പറ്റും. അങ്ങനെ അമേരിക്ക ആ ഒരു പർപ്പസിനായിട്ടാണ് ഈ ത്യൂൾ ബേസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അവിടെ വളരെ സ്ട്രാറ്റജിക്കായിട്ട് യൂസ് ചെയ്തിരുന്നത്. പിന്നീട് കാലക്രമേണ കാലം ഒരുപാട് കഴിഞ്ഞു പോയി, വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല ആരും ഗ്രീൻലൻഡിന്. ഡെൻമാർക്ക് അവർക്ക് എല്ലാ വർഷവും ഏതാണ്ട് $600 മില്യൺ സഹായം കൊടുക്കും. ഇത് ഗ്രീൻലൻഡിൻ്റെ ബഡ്ജറ്റിൻ്റെ 1/3 വരുന്നത് ഡെൻമാർക്കിൻ്റെ സഹായത്തിലൂടെയാണ്. ബാക്കി വേറെ ഇൻ്റർനാഷണൽ എയ്ഡൊക്കെ കുറച്ചൊക്കെ കിട്ടും, അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുമായിരുന്നു. 2019 ട്രംപ് അധികാരത്തിൽ വരുന്ന സമയത്ത്, അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ടുള്ള സമയത്ത് അദ്ദേഹം ഒരു ഡിമാൻഡ് വയ്ക്കുന്നു, ഗ്രീൻലൻഡ് അമേരിക്കയ്ക്ക് തിരിച്ചു തരണം, അമേരിക്ക കാശ് കൊടുത്ത് ഗ്രീൻലൻഡിനെ വാങ്ങാൻ തയ്യാറാണ് എന്ന് പറയുന്നു. അപ്പോൾ ഡെൻമാർക്ക് അതിന് വലിയ കാര്യമൊന്നുമില്ല. ഡെൻമാർക്ക് അങ്ങനെ ഇറ്റ്സ് നോട്ട് ഫോർ സെയിൽ. എഗാർഡ് എന്ന് പറയുന്ന അവരുടെ പ്രധാനമന്ത്രി പറയുന്നു, ഡെൻമാർക്ക് ഗ്രീൻലൻഡ് പ്രധാനമന്ത്രിയുണ്ട്, പോലീസുണ്ട്, കോർട്ടുണ്ട്, എല്ലാ ഇൻറ്റേർണൽ മെഷേഴ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഗ്രീൻലൻഡിൻ്റെ ഒരു സെൽഫ് ഗവേണൻസ് സിസ്റ്റം തന്നെയാണ്. പക്ഷേ എക്സ്റ്റേണൽ ഫോറിൻ പോളിസി, കറൻസി ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡെൻമാർക്കാണ്. അപ്പോൾ അന്ന് ഈ എഗാർഡ് എന്ന് പറയുന്ന ഗ്രീൻലൻഡിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു, ഗ്രീൻലൻഡ് സെയിലിനുള്ളതല്ല, ഗ്രീൻലൻഡിന് ഒരു ഓട്ടോണോമസ് പവറുണ്ട്, ഞങ്ങൾ സ്വതന്ത്രമായി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നാൽ അന്നും അതാരും അത്ര കാര്യമാക്കിയില്ല. ഈ അടുത്തായിട്ട് അമേരിക്കൻ പ്രസിഡൻ്റായ ട്രംപ് മൾട്ടിപ്പിൾ ടൈംസ് ഗ്രീൻലൻഡിൻ്റെ കാര്യം മുന്നിൽ കൊണ്ടുവരുന്നു. അദ്ദേഹം അങ്ങോട്ട് സൈനിക നീക്കം അല്ലെങ്കിൽ സാമ്പത്തിക പ്രഷർ ചെലുത്തി ഒരു ബൈ ഔട്ടോ അല്ലെങ്കിൽ ഒരു മിലിറ്ററി ടേക്ക് ഓവർ നടത്തിയേക്കാമെന്നുള്ള സൂചനകളും നൽകുന്നു. ഇതിന് യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ രീതിയിൽ ഇതിന് എഗെയിൻസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. കാര്യം ട്രംപിൻ്റെ മകൻ അവിടെ വിസിറ്റ് ചെയ്യുന്നു ഡെൻമാർക്ക്. അപ്പോൾ ഇത് വിസിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഗ്രീൻലൻഡ് വിസിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഡെൻമാർക്ക് അങ്ങോട്ടൊരു നേവൽ ഷിപ്പ് അയക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ടിറ്റ് ഫോർ ടാറ്റ് മൂവ്മെൻറ്റ്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ വേറെ 2 ആൾക്കാരുടെ കാര്യം പറയേണ്ടത്. ഒന്നാമതായി റഷ്യ ഗ്രീൻലൻഡിലേക്ക് കടന്നുകയറ്റം ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല എങ്കിൽ കൂടിയും
റഷ്യയുടെ നോർത്തേൺ സൈഡിലുള്ള, അതായത് നമ്മുടെ ആർട്ടിക് സൈഡിലുള്ള നേവൽ ബേസസുകളെല്ലാം അവർ റീബിൽഡ് ചെയ്യുകയും സ്ട്രെങ്തൻ അപ്പ് ആക്കുകയും ചെയ്യുന്നു. 1. 2, ഈ ആർട്ടിക്കിൻ്റെ പരിസരത്തേ ഇല്ലാത്തൊരു രാജ്യമാണ് ചൈന. 2018 സെൽഫായിട്ട് ഞങ്ങൾ ആർട്ടിക്കിൻ്റെ അടുത്തുള്ള നിയർ ആർട്ടിക് കൺട്രി എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്നു. ചൈനയും കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ മംഗോളിയയും കഴിഞ്ഞ് പിന്നെയും അതിൻ്റെ മുകളിൽ റഷ്യയും കഴിഞ്ഞാൽ ആർട്ടിക് വരുന്നത്. ചൈനയും ആർട്ടിക് ഒരു ബന്ധവുമില്ല. പക്ഷേ ജനറലി ഉള്ള ഒരു ടെറിട്ടോറിയൽ അഗ്രഷൻ കാരണം തന്നെ ചൈന പറയുന്നു ഞങ്ങൾ നിയർ ആർട്ടിക് കൺട്രി ആണെന്ന് പറയുന്നു. അവരവിടെ എക്സ്കവേഷൻസ് ഒക്കെ നടത്താനൊക്കെ പരിപാടി വന്നു. എക്സ്കവേഷൻസ് മാത്രമല്ല അവർ നടത്തിയത്, ഗ്രീൻലൻഡിലുള്ള 3 എയർപോർട്ടുകൾ നിർമ്മിക്കാനുള്ള കോൺട്രാക്റ്റ് അവർ ഒരു ചൈനീസ് കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്നു. ഈ ടേക്ക് ഓവർ ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ വളരെ ആക്റ്റീവായി നടക്കുന്നു. ഇത് വിവരം പുറത്തറിയുന്നു. ഡെൻമാർക്കും അമേരിക്കയും ഞെട്ടുന്നു. അമേരിക്ക വളരെയധികം പ്രഷർ ചെലുത്തുന്നു. അവസാനം ഡെൻമാർക്ക് ഗവൺമെൻറ് സബ്സിഡൈസ് ചെയ്ത് ഫണ്ട് കൊടുത്ത് ഡെൻമാർക്കിൽ തന്നെയുള്ളൊരു കമ്പനി ആ കോൺട്രാക്റ്റ് ടേക്ക് ഓവർ ചെയ്യുന്നു ഈ ചൈനീസ് കമ്പനിക്ക് കിട്ടാതിരിക്കാനായിട്ട്. പിന്നീട് ഈ റെയർ എർത്ത് മിനറൽസിൻ്റെ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും ഈ ചൈനീസ് കമ്പനീസ് ഇൻവോൾവ് ആവുന്നു. പിന്നീട് അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഈ റെയർ എർത്ത് മിനറൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഫാക്ടറാണ്. ഞാൻ വെനുൻസിലെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയെങ്കിലും ചെയ്തില്ല. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ജോലി തിരക്കുകളും മറ്റുമൊക്കെ ആയിട്ട് എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. വെനൻസുലയുടെ കാര്യത്തിലും റെയർ എർത്ത് മിനറൽസ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് അമേരിക്ക ഈസ് ബേസിക്കലി ട്രൈയിങ് ചൈനയുടെ ഒരു സുപ്രീമസി, ഈ മേഖലയിലുള്ള സുപ്രീമസി മാറ്റുക എന്നുള്ള ഉദ്ദേശമാണ്. അതിന് ഗ്രീൻലാൻഡ് വളരെ പിവട്ടലാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ട്. ചൈനയും റഷ്യയും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഗ്രീൻലാൻഡിൻ്റെ സ്ട്രാറ്റജിക് പൊസിഷനിങ് വളരെ പ്രധാനമായി മാറുന്നു. ഒരു കാര്യം കൂടെ ഉണ്ട്, ക്ലൈമറ്റ് ചേഞ്ച്. എന്ത് ക്ലൈമറ്റ് ചേഞ്ച്? ആർട്ടിക്കിലുള്ള ഐസ് മുൻപെങ്ങുമില്ലാത്ത വിധം ഉരുകി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഷിപ്പിംഗ് റൂട്ട്സ് ഓപ്പൺ അപ്പ് ആകുന്നു. ഷിപ്പിംഗ് റൂട്ട്സ് ഓപ്പണായി കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ഓഷ്യൻ വഴി സൗത്ത് ചൈന സീ വഴി പോകുന്ന ഷിപ്പിംഗ് റൂട്ട് പോലെ തന്നെ അപ്പർ നോർത്ത് സൈഡിൽ കൂടെ ആർട്ടിക് വഴിയും ഷിപ്പിംഗ് റൂട്ട്സ് ഓപ്പൺ ആകും. ഇത് ഇപ്പം സംഭവിക്കുന്നതല്ല, മേ ബി നെക്സ്റ്റ് 30-40 അല്ലെങ്കിൽ ഒരു 50 ഇയേഴ്സിൽ സംഭവിക്കും. അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഗ്രീൻലാൻഡ് ഒരു വളരെ പിവട്ടൽ പൊസിഷനിൽ വരും. പനാമ കനാൽ പോലെ. പനാമ കനാലിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പനാമ കനാലിൽ ഒരു ചൈനീസ് കമ്പനി ഇൻവോൾവ്മെൻറ്റ് നടത്തിയപ്പോൾ അമേരിക്ക അത് ബ്ലോക്ക് ചെയ്തു. ചൈനീസ് കമ്പനി അവസാനം അമേരിക്കൻ കമ്പനിക്ക് അതിൻ്റെ ഒരുപാട് ഏരിയാസിൻ്റെ കൺട്രോൾ തിരിച്ചു കൊടുത്തിട്ട് അവർ പിൻവാങ്ങി. അപ്പോൾ മെയിനായിട്ടുള്ള ഷിപ്പിംഗ് റൂട്ടുകൾ കണ്ണുവെച്ചാണ് ചൈനയുടെ മൂവ്മെൻറ്റ്. ആ മൂവ്മെൻറ്റ് എൻറ്റയർലി ഔട്ട് ആൻഡ് ഔട്ട് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് അമേരിക്കൻ ലക്ഷ്യം. ഇതിനകത്ത് റൈറ്റ് റോങ് എന്നുള്ളൊരു സംഭവമേ ഇല്ല. മേജർ പവറായിട്ട് നിൽക്കുന്ന ആൾക്കാർ അവരുടെ പവർ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മെഷേഴ്സ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് ഇത് ശരി അത് തെറ്റ് അങ്ങനെ ഒരു സംഭവമില്ല. മനുഷ്യൻ്റെ ഹിസ്റ്ററി എൻറ്റയർലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് പവർഫുള്ളായിട്ട് നിൽക്കുന്ന കൺട്രീസ് മാക്സിമം ട്രൈ ചെയ്യും അവരുടെ പവർ റീറ്റെയിൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും. അതുതന്നെയാണ് ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത്രയും സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു സ്ഥലമായി ഒന്നുമില്ലാതെ കിടക്കുന്ന മഞ്ഞ് മൂടി കിടക്കുന്ന ഗ്രീൻലാൻഡിൻ്റെ ഒരു നെക്സ്റ്റ് 30-40 ഇയേഴ്സ് കൊണ്ട് മാറുവാണ്. അപ്പോൾ ആ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പൊസിഷനിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കൺട്രോൾ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അമേരിക്ക ഗ്രീൻലാൻഡിനെ കൈവശപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. ഒരു ഡയറക്റ്റ് ടേക്ക് ഓവർ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബിക്കോസ് അത് യൂറോപ്യൻ അലൈസുമായിട്ട് വലിയ ഇഷ്യൂ ഉണ്ടാകും. നേറ്റോയുടെ നിലനിൽപ്പ് തന്നെ വലിയ പ്രോബ്ലമായിട്ട് മാറും. ഇപ്പം നിലവിൽ ബാക്ക് എൻഡിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. JD വാൻസ്, അമേരിക്കൻ വൈസ് പ്രസിഡൻ്റായ JD വാൻസും ഡെൻമാർക്കിലെ ഒഫീഷ്യൽസ് ഡിപ്ലോമാറ്റ്സൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുകയാണ്. അമേരിക്കയ്ക്ക് അൺപാരലായിട്ടുള്ള ആക്സസ് ഗ്രീൻലാൻഡിൽ കൊടുക്കുക. 1951 കരാറിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ പുതിയ കരാർ സൈൻ ചെയ്തുകൊണ്ട് അൺപാരലായിട്ടുള്ളൊരു ആക്സസ് അമേരിക്കയ്ക്ക് കൊടുക്കുക. അതോടൊപ്പം തന്നെ ചൈനീസ് റഷ്യൻ ഇൻ്റർവെൻഷൻ സ്റ്റോപ്പ് ചെയ്ത്. റഷ്യ നിലവിൽ ഇൻ്റർവെൻ ചെയ്തിട്ടില്ല. ചൈനയാണ് അവിടെ കമ്പനീസിനെ കൊണ്ടുവരാനും ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റ്സ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മോസ്റ്റ് പ്രോബ്ലി അത് തന്നെയായിരിക്കും നടക്കുന്നത്. ഒരു ഡീൽ വരികയും അമേരിക്കയ്ക്ക് എൻറ്റയർലി ഗ്രീൻലാൻഡ് ഓപ്പണായി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്.
എന്തായാലും ഗ്രീൻലാൻഡിനെ പറ്റിയുള്ള കഥ അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.